ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിന് എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടം 33-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ പുതിയൊരു ആരാധനക്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പായിട്ടുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ചയായി ഇന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത്, അന്ധനായ ഒരു മനുഷ്യൻ യേശു കടന്നു പോകുന്ന ആ വഴിയരികിലിരുന്നു കൊണ്ട് അവൻ വിലപിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ എന്ന്. അവൻ ആദ്യമേ തിരിച്ചറിയുന്നു ആരാണ് ഇത്ര വലിയൊരു ജനസഞ്ചയം കടന്നു പോകുന്നത്. അവൻ ചോദിച്ചറിയുകയാണ്. കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു, അത് നസ്രയനായ യേശുവാണ്. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിവുണ്ടാകണമേ. യേശു ആ സ്വരം കേട്ട് നിന്നിട്ട് മറ്റുള്ളവരോടായി പറയുന്നു, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ അടുക്കൽ വന്നപ്പോൾ യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആവശ്യപ്പെടുന്നത്? അവൻ പറയുന്നു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറയുന്നു, നീ കാഴ്ച സ്വീകരിക്കുക. എന്താണ് ഈ കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നത്, അന്ധനായ മനുഷ്യന് അവൻ്റെ ഉള്ളിലുള്ള, അതായത് ആന്തരികമായിട്ടുള്ള നയനങ്ങളിലൂടെ അവന് സകലതും കേൾക്കാനും കാണാനും കഴിയും. അങ്ങനെയാണ് അന്ധനായ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവനൊരു ആഗ്രഹമാണ് ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിക്കാണാനുള്ള, അല്ലെങ്കിൽ ദൈവം തന്നെ തൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ കാഴ്ച വീണ്ടും കിട്ടിക്കൊണ്ട് അതിലൊരു ആനന്ദം അനുഭവിക്കുന്നതിലേക്ക്. എനിക്ക് പരിചയമുണ്ടായിരുന്നു. എൻ്റെ പൗരോഹിത്യ ആരംഭത്തിന് മുൻപുള്ള ആ ശുശ്രൂഷ വേളയിൽ അന്ധനായ ഒരു മനുഷ്യൻ, ജോണേട്ടൻ, അദ്ദേഹം ദേവാലയത്തിൽ ഹാർമോണിയം വായിച്ച് പ്രഭാത ദീപബലിക്ക് അദ്ദേഹം പാട്ടുകൾ പാടുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രഭാത ബലിക്ക് സ്വയമായിട്ട് ആ ഹാർമോണിയവും വഹിച്ച് ദേവാലയത്തിലെത്തി ആ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് ജനഹൃദയത്തെ ആകർഷിച്ചിരുന്നു. അവരുടെ മനസ്സുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർന്നിരുന്നത് ജോണേട്ടൻ്റെ പാട്ടുകൾ കൊണ്ടാണ്. ഒരിക്കലൊരു വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജോണേട്ടന് കാഴ്ച കാണുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു? ആ ജോണേട്ടൻ പറയുകയായിരുന്നു, അച്ചോ, നിങ്ങൾ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്നു, എന്നാൽ ഞാൻ ആന്തരികമായ കണ്ണുകൾ കൊണ്ടാണ് ദൈവത്തെ ദർശിച്ചുകൊണ്ട് ഈ സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ ഈ വിശ്വാസജനത്തോടൊപ്പം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാഴ്ച കാണാൻ കളറുകൾ ആവശ്യമില്ല. നിങ്ങൾ കളറുകൾ കണ്ടാണ് ഓരോ കാര്യങ്ങളും നിഗമിച്ചെടുക്കുക. എന്നാൽ ദൈവം തരുന്ന ഒരു പ്രത്യേക ശക്തിയാലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ യേശുവിൻ്റെ ഈ സുവിശേഷത്തിലെ അന്ധനായ മനുഷ്യൻ അവന് യാചിക്കുകയാണ്, എനിക്ക് കാഴ്ച ലഭിക്കണം. അവൻ്റെ യാചനാസ്വരം കേട്ട് ദൈവം ഈശോ അവന് കൃപ നൽകി അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈ ലോകത്ത് കാണുന്ന കാഴ്ചകളല്ല, ആന്തരികമായി നമ്മുടെ മനസ്സ് ജ്വലിക്കുകയാണ്, ഉയരുകയാണ്. ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന മേഖലകളിൽ നമ്മൾ സഞ്ചരിച്ച് ദൈവമഹത്വം പ്രാപിക്കുവാനാണ്. കഴിഞ്ഞ ദിവസം നാം ശ്രവിച്ചതുപോലെ യേശു തന്നെ അരുൾ ചെയ്തു മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിലൂടെ. അവൻ സന്നിഹിതനാണെന്ന് തിരിച്ചറിയുന്ന കാര്യങ്ങൾ, ഇതാ ആ സൂര്യഗോളത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളും ആകാശഗോളങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും. യേശു പറയുന്നു, ഈ വൃക്ഷങ്ങൾക്ക് ഇല കൊഴിയുന്നതും കാറ്റ് വീശുന്നതും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ പറയുന്നു, ഇതാ അത് തണുപ്പുകാലമായിരിക്കുന്നു എന്നതിലേക്ക്. അപ്പോൾ യേശു പറയുന്നു, അവൻ സമീപസ്ഥനാണ്. അവൻ സമീപമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കണം. കാലഭേദങ്ങൾക്കനുസരിച്ച് അവൻ തൻ്റെ യാത്ര
നമ്മോടൊത്തുള്ള യാത്ര തുടരുമ്പോൾ യേശുവിനെ പ്രഘോഷിക്കുന്ന നമുക്ക് കൂടുതൽ വ്യക്തതയുള്ളവരായി മാറാം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അവിടത്തേക്ക് പ്രയോജനമുള്ളതായി മാറട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആമേൻ.